ഹായ് ഗായ്സ്, ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇന്ന് ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് ചർച്ച് ടൂറാണ് ഗായ്സ്. ഇതൊന്നിയുടെ പള്ളിയാണ്. സൂത്രം കാണിച്ചു തരാം ഗായ്സ്. രണ്ടെണ്ണം വിശന്ന് തൂറ്റിയിരിക്കുകയാണ് ഗായ്സ്. ഒരു തൂറ്റാത്ത ഒരാൾ വന്നേക്കുന്നു. ഞാൻ ഒരുങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് രണ്ടുപേരും എന്നോട് പിണങ്ങിയിരിക്കുകയാണ് ഗായ്സ്. എനിക്ക് കണ്ണെഴുതണ്ടേ ഗായ്സ്. അപ്പക്കുട്ടൻ റെഡിയാണ്, അമ്മുക്കുട്ടി റെഡിയാണ്, ഓൾവേസ് റെഡിയാണ്, അപ്പച്ചൻ ഓൾവേസ് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് കഴിക്കാനാണ് ഗായ്സ്. കഴിക്കാൻ ഒന്നും കൊടുക്കുന്നില്ല ഗായ്സ്, അതുകൊണ്ടാണ് പട്ടിണി പാവങ്ങളായിട്ടിരിക്കുന്നത്. 1.5 മണിക്കൂർ കണ്ണെഴുതിയില്ലേ ഞാൻ? അയ്യോ, കണ്ണെഴുതാ പിന്നെ 10-15 മണിക്കൂർ. നിങ്ങളുടെ അമ്മ സുന്ദരിയായിട്ട് ഇരിക്കണ്ടേ? വേണ്ട വേണ്ട, ഭക്ഷണം കഴിച്ചിട്ട് സുന്ദരിയായിക്കോ. മേക്കപ്പ് ഇട്ടില്ലേലും അമ്മ സുന്ദരിയാന്നാണ് അപ്പു പറയുന്നത്. അതെ, ആണോ? എന്നിട്ട് അമ്മ ഇതാക്കിയത് കാരണം ഒട്ടും സുന്ദരിയാണ്. ഇങ്ങനെ മേക്കപ്പ് സൗന്ദര്യം മൊത്തം പോടി അവിടുന്ന്. അമ്മ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊള്ളാക്കി കളഞ്ഞ അമ്മുക്കുട്ടി അമ്മ വന്നാ ഇനി മുതൽ മേക്കപ്പ് ഇടണം കേട്ടോ. ഒന്നും ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. കണ്ണെഴുതി. ഞങ്ങളിപ്പോൾ ചെമ്പേരി ലൂർദ് മാത ബസിലിക്ക പള്ളിയുടെ മുമ്പിലാണ്. ഞങ്ങളിങ്ങനെ കാണിച്ചു തരാൻ. ഇതുണ്ടോ, ഇതാണ്. ഞാനും അപ്പവും ഒരുമിച്ച് നിൽക്കുവാണ്. അപ്പച്ചനും അമ്മൂനും നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവളെ എടുക്കുകയാണ്. അവളിപ്പോൾ ഒരു മടിച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഇപ്പോൾ അപ്പച്ചനെ എടുക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണോ എന്തോ. അതെ അതെ, അവളുടെ കാല് നിലത്തൂടെ എഴയുകയാണ് ഗൈസ്, കുഞ്ഞാവയുടെ കാല്. നമുക്ക് പള്ളി പോയിട്ട് കാണാം. കുറച്ച് സമയം പള്ളിയിൽ പോയിരിക്കുന്നത് മനസ്സിന് എപ്പോഴും ഭയങ്കര സമാധാനമാണ്. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അവിടെയൊക്കെ ചുറ്റിക്കണ്ടതിന് ശേഷം അടുത്ത പള്ളിയിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ പോയത് വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന പള്ളിയിലേക്കാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,
പള്ളിയിൽ നിന്നും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കരുവഞ്ചാലിന് പോവുകയാണ്. അപ്പു അമ്മ വലിയ സ്നേഹത്തിലാണിപ്പം. അവരിങ്ങനെ ഇടയ്ക്ക് അടികൂടും, ഇടയ്ക്ക് സ്നേഹമാവും, പിന്നെയും അടികൂടും, പിന്നെയും സ്നേഹമാവും. കുഞ്ഞാഞ്ഞയുടെ മടിയിലൊക്കെ കിടന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ പള്ളിയിലെല്ലാം പോയി വന്നു കഴിഞ്ഞപ്പം ഭയങ്കര മനസ്സിനൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഇത്രയേ ഉള്ളൂ.